ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നാണെങ്കിലേ ഞാൻ സോയ ചങ്ക്സ് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാനത് സോയ ചങ്ക്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ കടായി ഇത് ചൂടായി ചെയ്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും. അത് നല്ലതുപോലെ വരളുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മുടെ സോയ ചങ്ക്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇടാവേ. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയ ബീൻസിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ അസ്സലാമു അലൈക്കും.